മുഖ്യമന്ത്രിക്ക് മുഖത്തടിച്ചതുപോലെയുള്ള ഒരു മറുപടി ഇതാദ്യമായിട്ടാണ് വി.ഡി. സതീശൻ നൽകുന്നത്. കഴിഞ്ഞ ദിവസം ഇ.ഡി. നോട്ടീസുമായി ബന്ധപ്പെട്ട് തന്റെ മക്കൾ തനിക്ക് പേരുദോഷമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ വളരെ വൈകാരികമായി പ്രതികരിച്ച മുഖ്യനോട് അത്തരം നെഞ്ചതടിക്കൽ പ്രയോഗമൊക്കെ കയ്യിൽ വെച്ചാൽ മതിയെന്നാണ് വി.ഡി. സതീശൻ പറയുന്നത്. ലാവലൻ കേസ് ലൈഫ് മിഷൻ തട്ടിപ്പ്, ചെമ്പിൽ സ്വർണം കടത്തിയത്, അവസാനം ഇതാ ഇപ്പോ അയ്യപ്പന്റെ സ്വർണം അടിച്ചെടുക്കലടക്കം പിണറായി എന്നത് തട്ടിപ്പിന്റെ വീരൻ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലാണ് ഇവിടെ വാർത്തകൾ വരുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ ജയിൽ വരെ പോയി. അതിനു പിന്നാലെ ഇപ്പോൾ ക്ലിഫ് ഹൌസിലേക്ക് മകനെ തേടി ഇ.ഡി. മകൾ മാസപ്പടി വാങ്ങിക്കൂട്ടൽ, ഇങ്ങനെ സ്വന്തം മടിയിൽ കനമില്ല എന്നും സ്വന്തം കൈകൾ ശുദ്ധമാണ് എന്നുമൊക്കെ പറയുമ്പോഴും തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതിലൊക്കെയും അഴിമതിയുടെയും കള്ളക്കടത്തിന്റെയും കറകളാണ് പുരണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വി.ഡി. സതീശൻ മുന്നും പിന്നും നോക്കാതെ മുഖ്യനെതിരെ ആഞ്ഞടിക്കുന്നത്. ആ രംഗം ഒന്ന് കാണാം. പ്രതികരിക്കരുത് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞതും നമ്മൾ കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞില്ലല്ലോ. മുഖ്യമന്ത്രി എന്താണ് സംഭവം എന്ന് വ്യക്തമാക്കണം. ലൈഫ് മിഷന്റെ കേസിലാണോ അല്ലെങ്കിൽ ലാവലിൻ കേസിലാണോ, ഏത് കേസിലാണ്? കാരണം ഇ.ഡി. ആണ് കൺഫേം ചെയ്തത് ഇങ്ങനൊരു നോട്ടീസ് കൊടുക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് വെച്ചാൽ സെൻട്രൽ ഏജൻസിയാണ്. അവർ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകന് ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സിൽ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്ന് അവരാണ് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ അത് എന്ത് കാര്യത്തിലാണെന്ന് മറുപടി പറയേണ്ട അദ്ദേഹമാണ്. അദ്ദേഹം വൈകാരികമായിട്ടല്ല പറയേണ്ടത്. അദ്ദേഹം വൈകാരികമായി പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. അതല്ല കേരളത്തിൽ കേൾക്കാൻ താല്പര്യം. എന്തിനാണ് അങ്ങനെയൊരു വന്നതെന്നാണ്. ഞാൻ വാർത്ത വരുമ്പോൾ ഞാൻ പ്രതികരിക്കണമല്ലോ. അതിന് അദ്ദേഹം നമ്മളെ പരിഹസിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും വേണ്ട. അതൊക്കെ എം.എ.ബിയുടെ അടുത്ത് മതി, എൻ്റെ അടുത്ത് വേണ്ട. അല്ല, എൻ്റെ അടുത്ത് വേണ്ട. അല്ല, അത് ഇ.ഡി. ആണ് വ്യക്തമാക്കേണ്ടത്. ഇ.ഡി. ഒരു നോട്ടീസ് കൊടുക്കാനുള്ള ഒരു പ്രൊസീജിയറുണ്ട്. അത് എവിടെ വെച്ചാണ് ഇത് നിന്നുപോയത്? ഏത് സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിന്നുപോയത്? ഏത് അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണ് നിന്നുപോയത്? എവിടെ വെച്ചാണ് ഈ അന്വേഷണം വേണ്ട എന്ന് തീരുമാനിച്ചത്? ഏത് സ്റ്റെപ്പിലാണ്? ഞാൻ അറിയാൻ കഴിഞ്ഞത് മുകളിൽ നിന്ന് ഇ.ഡിക്ക് നിർദ്ദേശം വന്നു, ഇനി അതുമായി പ്രൊസീഡ് ചെയ്യണ്ട എന്നാണ് ഇൻഫോർമലായി അറിയാം ഞാൻ അറിഞ്ഞത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അത് ഇ.ഡി. ആണ് വ്യക്തമാക്കേണ്ടത്. ഏത് ഘട്ടത്തിലാണ് ഈ ഒരു നോട്ടീസ് കൊടുത്താലുള്ളൊരു പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഉണ്ട്. അത് നിർവഹിക്കാതെ അവിടെ വെച്ച് നിർത്താൻ എവിടെ നിന്നാണ് സമ്മർദ്ദം ഉണ്ടായത്? ഇ.ഡിയുടെ മേലുദ്യോഗസ്ഥന്മാരാണോ, രാഷ്ട്രീയ നേതൃത്വമാണോ, ആരിടപെട്ടിട്ടാണോ അത് ഇല്ലാതാക്കിയെന്നുള്ളൊരു ദുരൂഹതയുണ്ട് ഈ കേസിൽ. ഒരു ദുരൂഹത. ബാക്കിയുള്ളവർക്ക് നോട്ടീസ് അയക്കുന്ന പോലെ അല്ല. ആ ദുരൂഹത വ്യക്തമാക്കണം. മുഖ്യമന്ത്രി വ്യക്തമാക്കില്ല എന്ന് മനസ്സിലായി നമുക്ക്. അദ്ദേഹം ഇതൊഴിച്ച് ബാക്കി എല്ലാത്തിനും മറുപടി പറഞ്ഞു. ഇനി മറുപടി പറയേണ്ടത് ഇ.ഡിയാണ്. ഇ.ഡി പറയണം. അല്ല, അവർ എന്തുകൂടാലോചനയത്? ഇ.ഡി 2023 നോട്ടീസ് അയച്ച കാര്യം ഇ.ഡിയുടെ വെബ്സൈറ്റിൽ തന്നെ കിടക്കുകയാണ്. ആ കാര്യം ഇപ്പോഴാണ് സാധാരണക്കാരായിട്ട് നമ്മുടെ ജോലി എല്ലാ ദിവസവും രാവിലെ ഇ.ഡിയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കലല്ലോ. മാധ്യമപ്രവർത്തകരായ ആരോ അതറിഞ്ഞ് അവർ ആ വാർത്ത പുറത്തു കൊണ്ടുവന്നു. ഇ.ഡി ഇങ്ങനെ നോട്ടീസ് അയച്ചിരുന്നത് മനോരമയിലാണ് ആദ്യത്തെ വാർത്ത വന്നത്. പിന്നീട് ബാക്കി മാധ്യമങ്ങളിലും വന്നു. അവരത് അന്വേഷിച്ചറിഞ്ഞു. അത് ഇ.ഡിയുടെ വെബ്സൈറ്റിൽ കിടക്കുന്ന ഒരു നോട്ടീസാണ്. അതിന് എന്ത് കൂടാലോ അതിന്? പിന്നെ ആരോ ഒരാൾ ബോംബ് പൊട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ബോംബ് പൊട്ടുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ CPM സൂക്ഷിച്ചിരിക്കണമെന്നു. നിങ്ങൾ എൻ്റെ വാക്കുകൾ വേണമെങ്കിൽ നിങ്ങളുടെ എല്ലാം സ്റ്റുഡിയോയിലുണ്ടാവുമല്ലോ. ബോംബെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. CPM സൂക്ഷിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പല സാധനങ്ങളും വരുമെന്ന് പറഞ്ഞു. അതല്ല, ഒന്നല്ലല്ലോ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കണം. അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പം കോടീശ്വരന് വിറ്റടക്കം പുറത്തു വന്നില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും കുറേ കാര്യങ്ങൾ വരും. ഉറപ്പായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണം ഉണ്ട്. ആദ്യം മുതലേ ഉണ്ട്. SNC ലാവലിൻ കേസ് സുപ്രീം കോടതിയിലായിട്ട് എത്ര വർഷമായി? CBI വക്കീൽ പനി വരും കേസെടുക്കുന്ന ദിവസം. CBI ഹാജരാവില്ല, അന്ന് പനിയായിരിക്കും അദ്ദേഹത്തിന്. 35 പ്രാവശ്യമായിട്ടാണ് മാറ്റി വെച്ചു. വേറെ വല്ല പാവപ്പെട്ടവനാണെങ്കിൽ 35 പ്രാവശ്യമാണ് മാറ്റി വെച്ചത്. CBI കൊടുത്തിരിക്കുന്ന അപ്പീലാണ്. CBIക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല സുപ്രീം കോടതി. അപ്പോൾ ഞങ്ങൾ പറയണ്ടേ? ഞങ്ങളുടെ പ്രതിപക്ഷത്തിൻ്റെ ജോലി ഞങ്ങളത് പറയണ്ടേ? അത് പറഞ്ഞു. പിന്നെ സ്വർണം കേസ്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എത്ര ദിവസം ജയിലിൽ പോയി? ലൈഫ് മിഷൻ കോഴ കേസിൽ ജയിലിൽ പോയി, സ്വർണ്ണ കേസിൽ ജയിലിൽ പോയി, അല്ലേ? അപ്പോൾ അവിടെ ഒന്നും ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും, കർണാടകയിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും ബാക്കി BJP ഇതര സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന എല്ലായിടത്തും അവിടുത്തെ ഭരണാധികാരികളുടെ നേരെ, രാഷ്ട്രീയ നേതാക്കളുടെ നേരെ ഇ.ഡി രാഷ്ട്രീയ ആയതോട്ട് ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല. ഇവിടെ കേസുണ്ടായിട്ടും അതെല്ലാം മൂടി തീർക്കുകയാണ്. മാത്രമല്ല, ഈ 23 നോട്ടീസിന് ശേഷമാണ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചത്. ഞാനാണ് ഉന്നയിച്ചത് ആരോപണം. RSS നേതാവായ ഹൊസബലയെ M.R. അജിത്കുമാർ കണ്ടു. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് കണ്ടത്. എന്താണ് ആരോപണം ഉന്നയിച്ചത്? ദൂതനെ ആദ്യം നിഷേധിച്ചു.
രണ്ടാമതോട് ശരി കണ്ടാൽ എന്താ കുഴപ്പമൊന്നും ചോദിച്ചു അല്ലേ, ശരിയാണോ? പിന്നെ തൃശ്ശൂർ പൂരം കലക്കിയെന്ന് പറഞ്ഞു, കലക്കിയതാണല്ലോ. BJP സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിൽ ജയിപ്പിക്കാമെന്ന് പറഞ്ഞു, അതും വ്യക്തമായല്ലോ. ഞങ്ങൾ മാത്രമാണ് പറഞ്ഞത്. തോറ്റ സ്ഥാനാർത്ഥി CPIയുടെ സ്ഥാനാർത്ഥി VS സുനിൽകുമാർ വരെ പറഞ്ഞു. ഇവർ തമ്മിലൊരു അൺഹോളി നെക്സസ്, അവിശുദ്ധമായൊരു ബാന്ധവം പിണറായി സർക്കാരും അല്ലെങ്കിൽ പിണറായി വിജയനും BJP ദേശീയ നേതൃത്വമായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അദ്ദേഹം റിവ്യൂ ചെയ്ത് ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ആ ബാന്ധവം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഞങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണം. പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം ഞങ്ങൾ ഉന്നയിച്ച ആരോപണത്തിന് അടിവരയിട്ടുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇലക്ഷന് തൊട്ട് മുമ്പാണ്, 24-ലെ പാർലമെൻറ്റ് ഇലക്ഷന് തൊട്ട് മുമ്പ്, ഒരു വർഷം മുമ്പാണ് ഇതേ സംഭവം അല്ലേ, കറക്റ്റാണ്. അപ്പം ഞങ്ങളന്ന് പറഞ്ഞ് ED പിടി മുറുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുക്കുന്നു. ആ വാർത്തയിൽ കാര്യമില്ല. CPM നേതാക്കന്മാരുടെ കഴുത്തിലാണ് പിടിമുറുക്കുന്നത് തൃശ്ശൂർ ജയിക്കാൻ വേണ്ടിയിട്ട് എന്ന് പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പ് നിങ്ങളോട് പറഞ്ഞ ആളാണ്, ഓർമ്മയുണ്ടല്ലോ. ആ അത് ഗവൺമെൻറ് ഒരു തരത്തിൽ ഇടപെടുന്നില്ല. ഗവൺമെൻറ് അവിടെ BJPയുടെ നേതൃത്വത്തിലുള്ള വലിയ സമ്മർദ്ദം അവിടെയുണ്ട്. അവിടെ കൺവേർഷൻ ബില്ലുണ്ടായിരുന്നു, പിന്നെ ഒരു ആക്ട് ഉണ്ടായിരുന്നു BJP കാലത്ത് കൊണ്ടുവന്ന ആൻറ്റി കൺവേർഷൻ ആക്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള സെറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആണ് ദേശീയ നേതൃത്വമായിട്ടും കർണാടകത്തിലെ നേതൃത്വമായിട്ടും സംസാരിച്ചിട്ട് കർണാടക ഗവൺമെൻറ് കോൺഗ്രസ് വന്നാൽ അത് പിൻവലിക്കുന്നതാണ്. അത് നമ്മൾ അധികാരത്തിൽ വന്ന് 3-ാമത്തെ ആഴ്ച, അതാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവരെ ദ്രോഹിച്ചിരുന്ന നിയമം. അധികാരത്തിൽ വന്ന് 3-ാമത്തെ ആഴ്ച മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചിരുന്നുണ്ട്. അതിപ്പോൾ അത് പ്രാബല്യത്തിലില്ല. അവിടെ പക്ഷേ BJPയുടെ നേതൃത്വത്തിൽ ഇതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രചരണമാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പൂർണ്ണമായ പ്രൊട്ടക്ഷൻ അവർക്കുണ്ട്. അവരവിടെ കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വം RSSനെ നിരോധിക്കണം എന്നിവരെ ആവശ്യപ്പെട്ടിരിക്കുന്ന നേതൃത്വമാണ്. അല്ല, അവർ പരമാവധി അവർ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇവരവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ എല്ലാം ഗവൺമെൻറ് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഗവൺമെൻറ് ദേശീയ തലത്തിൽ അതല്ലല്ലോ. ഏതെങ്കിലും സ്ഥലത്ത് ക്രൈസ്തവർക്കോ പുരോഹിതർക്കോ കന്യാസ്ത്രീമാർക്കോ അടികൊണ്ടെന്നും പറഞ്ഞ് പരാതിയായി ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവർ പ്രതിയായിട്ട് ജയിലിൽ പോകും. അതാണ്. അല്ലല്ല, ഒരിക്കലല്ല. നിർബന്ധിത പരിവർത്തനം പാടില്ലല്ലോ. നിർബന്ധിത പരിവർത്തനം പാടില്ല. ഇപ്പോൾ ഉള്ളത് പ്രശ്നം അതല്ല. ഇപ്പോൾ ഇവരെ ആക്രമിച്ചാൽ, പള്ളിയെ ആക്രമിച്ചാൽ, കൂട്ടായ്മകൾ, പ്രാർത്ഥനാ കൂട്ടായ്മകൾ ആക്രമിച്ചാൽ, അപ്പോൾ പരാതിയുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ നിയമം അനുസരിച്ച് ഇവർക്കെതിരെ കേസ് കൊടുക്കുക. മനസ്സിലായി? നിങ്ങൾ ബാക്കിയുള്ള 2 പുരോഹിതന്മാരെ കണ്ടില്ല. കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ ഇങ്ങനത്തെ വാർത്ത പോലും നിങ്ങൾ അത് ഞങ്ങൾ കിഴമ്പെന്നല്ല, ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. അതാണ് അത് നല്ല ചോദ്യമാണ്. ഞങ്ങൾ മെറിറ്റിലേക്ക് ഒന്നും പോയില്ല. എന്താണ് ഇങ്ങനെ അല്ല കേൾക്കും, എന്താണ് ഇങ്ങനെ EDയിലും വിശ്വസനിലും ഞങ്ങൾ പറഞ്ഞില്ല. എന്താണ് ഇങ്ങനെ 2023 ഒരു കത്തയച്ചത്? എന്താണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം? ഞാൻ അതാ പറഞ്ഞത്. വേറെ അദ്ദേഹത്തിൻ്റെ മകനെ പറ്റി ഞാൻ നല്ലത് മോശമല്ല, ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല. ഇപ്പോഴും ഞാൻ, കാരണം എനിക്കറിയില്ല മകനെ പറ്റി മോശമായിട്ട്, ആരെ പറ്റി മോശം, അദ്ദേഹത്തെ പറ്റി മോശമായിട്ട്. പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ. മുഖ്യമന്ത്രിയുടെ മകന് ക്ലിഫ് ഹൗസിൻ്റെ അഡ്രസ്സിൽ EDയിൽ നിന്നൊരു നോട്ടീസ് ഉണ്ടായി. പിന്നെ അതിൻ്റെ പ്രൊസീജിയർ ഒന്നും ഉണ്ടായി. അത് EDയും സംശയദൃഷ്ടിയിലാണ്. അല്ല EDയും സംശയദൃഷ്ടിയിലാണ്, അവരും സംശയദൃഷ്ടിയിലാണ്. എന്താണ് ഇത് രണ്ടുപേരും കൂടി മൂടി വെച്ചാൽ? അതാണ് ചോദിച്ചത്. അതാണ് ചോദിച്ചത്. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ ED വിവിധ സംസ്ഥാനങ്ങളിലെ BJP ഇതര പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വേട്ടയാടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം ഈ കേസിൽ ഇവിടെ മാത്രം അങ്ങനത്തെ പ്രശ്നമില്ല. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നോട്ടീസ് പോലും അയക്കാറില്ല. അല്ലെന്ന് ഇവിടുത്തെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായത്? ഇവിടെ ഒന്ന് പറയട്ടെ ED ഒന്ന് പറയട്ടെ, എന്തിനാണ് നോട്ടീസ് അയച്ചത്? ഭീഷണിപ്പെടുത്തി നോട്ടീസ് അയച്ചിട്ട് ഇലക്ഷൻ്റെ കാര്യം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനാണെന്ന് ഞങ്ങളൊന്ന് അറിഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ.